നമസ്കാരം. നടനും രാഷ്ട്രീയ നേതാവുമായ വിജയുടെ വ്യക്തിജീവിതം സംബന്ധിച്ച് അടുത്ത കാലത്ത് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഭാര്യ സംഗീതയുമായി വിജയ് അകന്നു കഴിയുകയാണെന്ന വിവരങ്ങളെല്ലാം നേരത്തെ പുറത്തു വന്നിരുന്നു. വിജയ്ക്കൊപ്പം സംഗീതയെ കണ്ടിട്ടും നിരവധി കാലമായിരുന്നു, ഏകദേശം 5 വർഷത്തോളം. സംഗീത ലണ്ടനിലാണെന്നും മകൻ ജേസൺ സഞ്ജയ് വിജയിൽ നിന്നും അകലം പാലിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ അന്ന് പതിവായി വന്നു. ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു ജേസൺ സഞ്ജയ്. വിജയും മകനും ഒരുമിച്ചുള്ള ഫോട്ടോകളും കണ്ടിട്ട് നിരവധി കാലമായിരുന്നു. വിജയ് രാഷ്ട്രീയത്തിലേക്ക് തിരക്കുകളിലേക്ക് കടന്നപ്പോൾ കുടുംബത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ നിരവധി ആയി. വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് വിജയ് കടന്നുപോയത്. അഭ്യൂഹങ്ങൾക്കൊടുവിൽ വിവാഹമോചന ഹർജി ഫയൽ ചെയ്ത് നടന്റെ ഭാര്യ സംഗീത രംഗത്തെത്തിയോടുകൂടി കഥ മാറി. പ്രമുഖ നടിയുമായി വിജയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്നാണ് ഹർജിയിലെ ആരോപണം. നടൻ വിജയും തൃഷയും ചെന്നൈയിൽ ഒരു വിവാഹ ചടങ്ങിൽ ഒരുമിച്ച് പങ്കെടുത്ത വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടുകൂടി ഇരുവരും തമ്മിൽ ഇപ്പോൾ ബന്ധമുണ്ടെന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് സിനിമാ ലോകം. വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചനം ആവശ്യപ്പെട്ട് ഹർജി നൽകിയതിന് പിന്നാലെയാണ് ഈ ദൃശ്യങ്ങളും പുറത്തുവന്നത്. ഇത് സിനിമാ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. തൃഷയുമായുള്ള ബന്ധം പരസ്യമാക്കിയിരിക്കുകയാണ് വിജയ്. നിർമ്മാതാവ് കൽപ്പാത്തി എസ് സുരേഷിന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിന് തൃഷയ്ക്കൊപ്പമാണ് വിജയ് എത്തിയത്. സംഗീത വിവാഹമോചന ഹർജി നൽകി ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് വിജയ് തൃഷയ്ക്കൊപ്പം എത്തിയിരിക്കുന്നത്. ഒരു നടിയുമായി വിജയ്ക്കുള്ള ബന്ധമാണ് തന്റെ വിവാഹബന്ധം തകർത്തതെന്ന് സംഗീത ഡിവോഴ്സ് പെറ്റീഷനിൽ ആരോപിക്കുന്നുണ്ട്. ഈ നടി തൃഷയാണെന്നും വാദം ഉയർന്നു. സംഗീതയെയും മകൻ ജേസൺ സഞ്ജയെയും കുറിച്ച് ഫിലിം ജേർണലിസ്റ്റ് ബിസ്മി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സംഗീത ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന്റെ മകനും ഒരു കാരണമാണ്. സംഗീതയ്ക്ക് ഭർത്താവിനോട് എത്രമാത്രം ദേഷ്യമുണ്ടോ അതുപോലെ സഞ്ജയ്ക്കും അവന്റെ അച്ഛനോട് കടുത്ത ദേഷ്യമുണ്ട്. വിജയ് ഈ ഇലക്ഷനിൽ തോൽക്കാൻ കാത്തിരിക്കുകയാണ് സംഗീതയും സഞ്ജയും. വിജയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ അറിയാം, പക്ഷെ അത് മര്യാദയല്ലാത്തത് കൊണ്ട് പറയാത്തതാണ്. ജേസൺ സഞ്ജയ്ക്ക് സിനിമയിൽ അവസരം നേടിക്കൊടുത്തത് ഉദയനിധി സ്റ്റാലിനല്ല. ആ വാദം കള്ളമാണ്. സംഗീതയും അജിത് കുമാറിന്റെ ഭാര്യ ശാലിനിയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ശാലിനിയിലൂടെ സഞ്ജയ്ക്ക് സംഗീത ഈ അവസരം നേടിക്കൊടുക്കുകയായിരുന്നു. സഞ്ജയുടെ സിനിമയുടെ PR അജിത്തിന്റെ മാനേജർ സുരേഷ് ചന്ദ്രയാണ്. ആലോചിച്ച് നോക്കൂ, വിജയുടെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് അജിത്തിന്റെ മാനേജർ എങ്ങനെ PR ആകും? ലൈക്കയുടെ CEO ഒരിടത്ത് വെച്ച് കണ്ടപ്പോൾ ഇക്കാര്യം ചോദിച്ചു. എന്നാൽ ശാലിനിക്കും ഈ പ്രൊജക്ടിനും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നാണ് അവർ പറഞ്ഞതെന്നും ജേസനെ അടുത്തറിയാവുന്ന സിനിമാ രംഗത്തെ മറ്റു ചിലരാണ് സഹായിച്ചതെന്നും ബിസ്മി പറയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ ഒരു അവാർഡ് ഷോയ്ക്കിടെ ശാലിനി വിജയുടെയും അജിത്തിനെയും കുറിച്ചുള്ള അവരുടെ സൗഹൃദ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവർ ഇരുവരും തമ്മിലുള്ള സൗഹൃദം എത്രത്തോളം വലുതാണെന്ന് അന്ന് ശാലിനി വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ശാലിനിയും നേരത്തെയുള്ള പല ഫോട്ടോകളും പുറത്തു വന്നിരുന്നു. ശാലിനിയും സംഗീതയും വിജയും എല്ലാം ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. പഴയ വീഡിയോയും നിരവധിയുണ്ട്. ഈ ഒരു കുടുംബവും തമ്മിലുള്ള സൗഹൃദം വളരെ വലുത് തന്നെയാണ്. അതേസമയം തന്നെ വിജയ് സംഗീത ദമ്പതികളുടെ മക്കളായ സഞ്ജയും ദിവ്യ സാക്ഷിയും വിദേശത്തായിരുന്നു പഠിച്ചിരുന്നത്. ടൊറന്റോ ഫിലിം സ്കൂളിൽ നിന്ന് ഫിലിം പ്രൊഡക്ഷനിൽ ഡിപ്ലോമയും ലണ്ടനിലെ സെൻട്രൽ ഫിലിം സ്കൂളിൽ നിന്ന് തിരക്കഥാരചനയിൽ ബാച്ചിലേഴ്സ് ബിരുദവും സഞ്ജയ്ക്കുണ്ട്. സഞ്ജയുടെ ഗ്രാജുവേഷൻ ചടങ്ങിന് വിജയ് എത്തിയിരുന്നില്ല. സംഗീതയും സഹോദരി ദിവ്യ സാക്ഷിയും മാത്രമാണ് എത്തിയത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ദിവ്യ സാക്ഷിയുടെ ഗ്രാജുവേഷൻ ചടങ്ങ്. അന്നും വിജയ് എത്തിയിരുന്നില്ല. ദിവ്യയുടെ ഗ്രാജുവേഷന് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അനിയത്തിക്ക് കരുത്തും സ്നേഹവും പകർന്നു നൽകിയത് സഞ്ജയാണ്. വിജയുടെ അസാന്നിധ്യം അന്ന് ചർച്ചയായിരുന്നുവെങ്കിലും രാഷ്ട്രീയ പാർട്ടി തിരക്കുകളും ഷൂട്ടിംഗ് ടൈറ്റ് ഷെഡ്യൂളും കാരണമാകും നടന് മക്കളുടെ അരികിൽ എത്താൻ കഴിയാതെ പോയത് എന്നായിരുന്നു ആരാധകർ ധരിച്ചിരുന്നത്. സംഗീതയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെയാണ് വിജയ് മക്കളോടും അകലം പാലിക്കുകയാണെന്ന സത്യാവസ്ഥ ആരാധകർ അറിഞ്ഞത്. ഭാര്യയും മക്കളും മാത്രമല്ല, മാതാപിതാക്കളെയും വിജയ് പരിഗണിക്കാറില്ല. അടുത്തിടെ SC ചന്ദ്രശേഖറും ശോഭയും അവരുടെ വിവാഹ വാർഷികം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചിരുന്നു. അന്നും വിജയ് എത്തിയിരുന്നില്ല. പക്ഷേ നടനുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന നടി തൃഷയുടെ വീട്ടിലെ എല്ലാ പ്രോഗ്രാമുകളിലും വിജയുടെ സജീവ സാന്നിധ്യമുണ്ട്. പാർട്ടി പ്രവർത്തന തിരക്കുകൾക്കിടയിലും നടിക്കൊപ്പം സമയം ചെലവഴിക്കാൻ വിജയ് എത്താറുണ്ട്. തൃഷ പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ അതിന് തെളിവാണ്. ഈ അടുത്ത കാലം മുതലാണ് പിതാവ് വിജയുടെ പാർട്ടി പരിപാടികളിലും സിനിമ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനുകളിലും പങ്കെടുത്തു തുടങ്ങിയത്. ഇരുവരും തമ്മിൽ സ്വരച്ചേർച്ച കുറവുകളും വാക്കുതർക്കങ്ങളും നടന്നിരുന്നതായി പ്രചരിച്ചിരുന്നു. അതിന് കാരണം രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിതാവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നുവെന്നതാണെന്നായിരുന്നു റിപ്പോർട്ട്. ഏറെ കാലത്തിനു ശേഷം ജനനായകൻ സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് നടന്റെ മാതാപിതാക്കൾ എത്തിയത് ശ്രദ്ധ നേടിയിരുന്നു. ശോഭയ്ക്കും ചന്ദ്രശേഖരനും ഏക മകനാണ് വിജയ്. ഒരു സഹോദരി ഉണ്ടായിരുന്നത് ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അതിനുശേഷം മാതാപിതാക്കളുടെ ലോകം തന്നെ വിജയായി മാറുകയായിരുന്നു. അതേസമയം അതിനിടെ മറ്റൊരു നിർണായക വിവരവും പുറത്തു വന്നിരുന്നു. വിജയ് തന്റെ ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ കോടതിയിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിജയ് ഭാര്യ സംഗീത സ്വർണ്ണലിംഗവുമായി കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഇരുവരും പലതവണ ചർച്ചകൾ നടത്തിയെന്നാണ് വിവരം.
ഈ ഒത്തുതീർപ്പിന്റെ ഭാഗമായി 250 കോടി രൂപയുടെ വലിയൊരു നഷ്ടപരിഹാര തുക വാഗ്ദാനം ചെയ്യാനാണ് വിജയ് ചർച്ച നടത്തിയത്. ഈ ഭീമമായ തുക സംഗീതയ്ക്കും മക്കളായ ജേസൺ സഞ്ജയ്ക്കും ദിവ്യസാക്ഷിക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ തുകയുടെ വിതരണ വിവരങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. കുടുംബത്തിന്റെ അന്തസ്സും സ്വകാര്യതയും കാത്തുസൂക്ഷിക്കാനാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തൽ. ഇരു കക്ഷികളും ധാരണയിലെത്തിയാൽ നിലവിലുള്ള വിവാഹമോചന ഹർജി പിൻവലിക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വിജയുടെ ഭാര്യ സംഗീതയുടേതായിരിക്കും. അവർ വഴങ്ങിയില്ലെങ്കിൽ നിയമവ്യവഹാരങ്ങൾ വിജയ്ക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കും. അതേസമയം സഞ്ജയും വിജയും തമ്മിലുള്ള അകൽച്ചയെക്കുറിച്ച് ബാലാജി പ്രഭു നേരത്തെ തുറന്ന് സംസാരിച്ചിരുന്നു. ആ വാക്കുകളും ആ അഭിമുഖവും ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. രാഷ്ട്രീയ നേതാവിനും അപ്പുറം കുടുംബനാഥനാകാൻ പോലുമുള്ള പ്രാപ്തി വിജയിക്കില്ലെന്ന് ഞാൻ കരുതുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മകൻ ജേസൺ സഞ്ജയ് ഇപ്പോൾ അച്ഛനൊപ്പം ഒരു വീട്ടിലല്ല ഉള്ളത്. അണ്ണാനഗറിനടുത്തുള്ള ഒരു ഫ്ളാറ്റിൽ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. ജേസണിന് അഭിനയിക്കാൻ താല്പര്യമില്ല. സംവിധാനമാണ് സ്വപ്നം. ഒരു വലിയ താരത്തെ വെച്ച് സിനിമയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ വന്നു. പ്രബല നടന്റെ മകനായിട്ട് പോലും തടസ്സങ്ങൾ വന്നു. കാരണം അച്ഛന്റെ സപ്പോർട്ട് ജേസൺ സഞ്ജയ്ക്കില്ല. വിജയ് അതിന് മടിക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ല. ഒരു അച്ഛനെന്ന നിലയിലുള്ള കടമയില്ലേ. ലൈക്കയാണ് ജേസൺ സഞ്ജയ് സംവിധാനം ചെയ്യുന്ന സിനിമ നിർമ്മിക്കുന്നത്. ലാൽ സലാം, ഇന്ത്യൻ 2, വിടാമുയർച്ചി തുടങ്ങിയ ലൈക്ക എടുത്ത പടങ്ങൾ വലിയ പരാജയമായി. ജേസന്റെ സിനിമയുടെ പകുതി ഷൂട്ടിംഗ് കഴിഞ്ഞു. എന്നാൽ ബാക്കി ഷൂട്ടിങ്ങിന് ഒരുപാട് പണം ആവശ്യമാണ്. ആ പണം ലൈക്കയുടെ പക്കലില്ല. കുറച്ചായാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത്. ജേസൺ സഞ്ജയുടെ പിതാവ് വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. സ്വന്തം നിലയിൽ ഉയരണമെന്ന് വിചാരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇത്രയും പ്രതിസന്ധികൾ ജേസൺ നേരിടുമ്പോൾ സഹായിക്കേണ്ടത് സ്വന്തം അച്ഛനാണ്. മകനെ വളർത്തി ഒരു നിലയിലെത്തിക്കുക എന്നത് അച്ഛന്റെ കടമയാണ്. ആ കടമ വിജയുടെ പിതാവ് എസ്.എ. ചന്ദ്രശേഖർ ചെയ്തിട്ടുണ്ട്. വിജയ് അഭിനയിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ചന്ദ്രശേഖർ ധൈര്യമായി മകനെ വെച്ച് സിനിമ ചെയ്തു. 85 ലക്ഷം രൂപ നഷ്ടം വന്നു. ഒരു വീട് തന്നെ വിറ്റു. പിന്നീട് വിജയെ വെച്ച് സിനിമകൾ ചെയ്ത് ഉയർത്തിക്കൊണ്ടുവന്നു. ഒരു ഘട്ടത്തിൽ പിതാവുമായി വിജയാകുന്നു. അത് മറ്റൊരു കഥയാണെന്നും ബാലാജി പ്രഭു പറഞ്ഞു. തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ചെഗുവേരയും ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചിരുന്നു. വിജയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് ചെഗുവേര ഉന്നയിച്ച വിവാദവും ചർച്ചയാവുന്നുണ്ട്. വിജയുടെ വലങ്കൈയായി അറിയപ്പെടുന്ന ജഗദീഷിനോട് ജേസൺ സഞ്ജയ് കുത്തിന് പിടിച്ച് ദേഷ്യപ്പെട്ടെന്ന് ചെഗുവേര നേരത്തെ പറഞ്ഞിരുന്നു. ഇതേക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഇപ്പോൾ ഇയാൾ. സ്നേഹമുള്ള അമ്മയ്ക്ക് പിറന്ന നല്ല മകനാണ് ജേസൺ. നേരെ ജഗദീഷിനെ കുത്തിന് പിടിച്ചു. കുടുംബം നീ തകർത്തില്ലേ എന്ന് ചോദിച്ചു. ഉടനെ വിജയ് മകനെ വീട്ടിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. മകൻ ചെയ്തതിൽ എന്താണ് തെറ്റ്? തന്റെ അമ്മയ്ക്കും കുടുംബത്തിനും വേണ്ടിയാണ് അവൻ ജഗദീഷിന്റെ ഷർട്ടിന് പിടിച്ചത്. ശരിക്കും അത് വിജയുടെ പിതാവ് എസ്.എ. ചന്ദ്രശേഖർ ചെയ്യേണ്ട കാര്യമാണ്. ഷർട്ടിന് പിടിച്ച് ആട്ടി പുറത്താക്കണം. എന്നാൽ അദ്ദേഹം ചെയ്തില്ല. പകരം മകൻ ചെയ്തു. ഞാനായിരുന്നെങ്കിൽ അയാളുടെ ഷർട്ടിനല്ല പിടിക്കുക, പിതാവിനെതിരെ നിൽക്കും. കുടുംബത്തോട് സത്യസന്ധമായി നിന്നില്ല, ജനങ്ങളോടും നിന്നില്ല. ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്.